സംസ്ഥാനത്ത് ഏറ്റവും വ്യവസായ സമൃദ്ധമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിലുള്ള വൻകിട കമ്പനികൾ കേരളത്തിൽ അവരുടെ നിർമ്മാണശാലകൾ ആരംഭിക്കാൻ കടന്നു വരുന്നു. കേരളത്തിൻ്റെ വ്യവസായ അന്തരീക്ഷം മികച്ചതല്ല എന്ന കുപ്രചരണങ്ങളെ ഇത്തരം കമ്പനികളുടെ തലപ്പത്തിരിക്കുന്നവർ തന്നെ തള്ളിക്കളയുന്നു. സർ, അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഇവിടെ വായിക്കുന്നില്ല. സർ, സ്വകാര്യ വ്യവസായ പാർക്കുകൾ സംസ്ഥാനത്ത് 16 സ്വകാര്യ വ്യവസായ പാർക്കുകൾ സർക്കാർ ഡെവലപ്മെൻറ്റ് പെർമിറ്റ് അനുവദിച്ചു കഴിഞ്ഞു. 8 എണ്ണം നിലവിൽ സർക്കാരിൻ്റെ പരിഗണനയിലുമാണ്. 10 ഏക്കർ വരെയുള്ള ഭൂമിയിൽ കുടിവെള്ളം, റോഡ്, വൈദ്യുതി എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടി 3 കോടി രൂപ വരെ സർക്കാർ സബ്സിഡി നൽകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മികച്ച പ്രതികരണമാണ് വ്യവസായികളിൽ നിന്നും സംരംഭങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. വരും വർഷം 25ഓളം പുതിയ സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അനുമതി നൽകാൻ കഴിയും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സാർ, 22-23 സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാർ സംരംഭ വർഷമായി ആചരിച്ചിരുന്നു. 1,39,840 22-23 1,39,840 സംരംഭങ്ങൾ അന്ന് ആരംഭിച്ചതിൽ 21,528 സംരംഭങ്ങൾ ഭക്ഷ്യ സംസ്കരണ മേഖലയുമായി ബന്ധപ്പെട്ടവയായിരുന്നു. ഈ രംഗത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. സർ, കേരളത്തിലെ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ചതാണ്. കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള 2022 ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം ലഭിച്ചത് കേരളത്തിനാണ്. കഴിഞ്ഞ 3 വർഷവും കേരളത്തിന് ടോപ്പ് പെർഫോമൻസ് പുരസ്കാരം ലഭിച്ചിരുന്നു. സർ, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിംഗ് വഴി 5,500 കോടി രൂപ സ്റ്റാർട്ടപ്പുകളിലേക്ക് നിക്ഷേപമായി സമാഹരിക്കാനും 50,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സ്റ്റാർട്ടപ്പ് മിഷന് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇതിനകം രജിസ്റ്റർ ചെയ്ത സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 5,000 കടന്നിരിക്കുന്നു. സർ, 100 മുതൽ 150 ആളുകൾ വരെ ഒരുമിച്ചിരുന്ന് തൊഴിലെടുക്കാൻ കഴിയുന്ന വർക്ക് നിയർ ഹോം കേന്ദ്രങ്ങൾ കേരളത്തിൻ്റെ ചില ചെറു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കാസർഗോഡ്, കൊട്ടാരക്കര, കണ്ണൂർ, കൊച്ചി, കോഴിക്കോട്, പാലക്കാട്, തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിൽ ഇത്തരം ലീപ് സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആലപ്പുഴ, മഞ്ചേരി, സുൽത്താൻ ബത്തേരി, ചാലക്കുടി തുടങ്ങിയ പ്രദേശങ്ങളിലും 100 മുതൽ 200 പേർ വരെ പ്രവർത്തിക്കുന്ന സ്വകാര്യ IT കേന്ദ്രങ്ങളുണ്ട്. മറ്റ് കേന്ദ്രങ്ങളുണ്ട്, ഞാൻ ആ സ്ഥലങ്ങളെടുത്ത് പറയുന്നില്ല. സർ, മുൻ ബജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ച നഗരങ്ങളിലെ വർക്ക് നിയർ ഹോം പദ്ധതിയുടെ സാധ്യതകളെയാണ് ഇത് കാണിക്കുന്നത്. ആഗോള കമ്പനിയായ സോഹോ കോർപ്പറേഷൻ്റെ രാജ്യത്തെ 2ാമത്തെ റെസിഡൻഷ്യൽ ക്യാമ്പസ് കൊട്ടാരക്കരയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 100 കണക്കിന് പേർക്ക് ഇതുവഴി തൊഴിൽ ലഭിക്കുന്നതാണ്. സംസ്ഥാനമൊട്ടാകെ ലീപ് സെൻ്ററുകൾ വ്യാപിപ്പിക്കുന്ന പദ്ധതിക്കായി 10 കോടി രൂപ പ്രാഥമികമായി വകയിരുത്തുന്നു. സർ, ആഗോളതലത്തിൽ സംരംഭക ആശയങ്ങൾ കൈമുതലായിട്ടുള്ള ആളുകൾക്ക് കേരളത്തിലെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ വന്ന് താമസിച്ച് തൊഴിൽ ചെയ്യുന്നതിന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വർക്ക് ബോർഡുകൾ സ്ഥാപിക്കും. സർ, വിനോദസഞ്ചാരം. സർ, കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന മേഖലയാണ് ടൂറിസം. കോവിഡിന് ശേഷം ലോകമാകെ ജനങ്ങളുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിലും പണം ചെലവഴിക്കുന്ന രീതിയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. യാത്ര കൂടുതൽ ചെയ്യുന്നതിനും പ്രകൃതി മനോഹരവും സമാധാനപൂർണ്ണവുമായ ഇടങ്ങളിൽ അവധിക്കാലം ചെലവഴിക്കുന്നതിനും തൽപരരായ ആളുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. കോവിഡാനന്തരം ലോകത്ത് വികാസമുണ്ടായ മേഖലകളിലൊന്ന് ടൂറിസമാണ്. മുൻപ് ചെറുപ്പക്കാരായിരുന്നു ടൂറിസ്റ്റുകളിൽ ഭൂരിഭാഗമെങ്കിൽ ഇന്ന് റിട്ടയർ ചെയ്തവരും മുതിർന്ന പൗരന്മാരും കുടുംബം ഒന്നാകെയും സ്ഥിരമായി യാത്രകളിൽ ഏർപ്പെടുന്നു. മികച്ച കാലാവസ്ഥയുള്ളതും വൃത്തിയുള്ളതും അടിസ്ഥാന സൗകര്യങ്ങൾ നല്ല നിലയിലുള്ളതുമായ സ്ഥലങ്ങളാണ് ടൂറിസ്റ്റുകൾ യാത്ര പോകാനായി തിരഞ്ഞെടുക്കുന്നത്. നാടിൻ്റെ ക്രമസമാധാന നിലയും തദ്ദേശീയരായ ആളുകളുടെ പെരുമാറ്റവും രുചികരമായ ഭക്ഷണവുമെല്ലാം സഞ്ചാരികൾ കണക്കിലെടുക്കുന്നുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാകാൻ കേരളത്തിന് കഴിയും. ലോകത്ത് കണ്ടിരിക്കേണ്ട 50 മനോഹര സ്ഥലങ്ങളിലൊന്നായി ടൈം മാഗസിൻ കേരളത്തെ തിരഞ്ഞെടുക്കുകയുണ്ടായി. സർ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും സംസ്ഥാനത്തിലുള്ളവരുമായ നിരവധി ആളുകൾ കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നുണ്ട്. കടലും കായലും മലയും കാടും കാലാവസ്ഥയും കേരളത്തിന് അനന്യമായ സമ്പാദ്യമാണ്. ഇത് ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ കഴിയണം. സർ, കേരളത്തിൻ്റെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളേക്ക് വികസിക്കാൻ കഴിയുന്ന നിരവധി കേന്ദ്രങ്ങളുണ്ട്. വനം, ടൂറിസം, സാംസ്കാരിക വകുപ്പുകളുടെ ഏകോപിതമായ പ്രവർത്തനത്തോടെ ഇവയെ മികച്ച ടൂറിസം കേന്ദ്രങ്ങളാക്കാനായിട്ട് ഉള്ള പരിപാടി നടക്കുകയാണ്. സംസ്ഥാന പങ്കാളിത്തത്തോടെ ഇത്തരം പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിക്കാൻ സ്വകാര്യ പങ്കാളിത്തത്തോടെ ഇത്തരം പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിക്കാനുള്ള ഒരു നയം സ്വീകരിച്ച് അതിന് മുൻകൈ എടുക്കുന്നതാണ് സർക്കാർ. സർ, ദേശീയ അന്തർദേശീയ തലത്തിലുള്ള വലിയ ഇവൻറ്റുകൾക്ക് വേദിയാകാൻ കഴിയുന്ന വിധം വിപുലമായ കൺവെൻഷൻ സെൻ്ററുകൾ വികസിപ്പിക്കാൻ പ്രോത്സാഹനം നൽകും. വലിയ മുതൽ മുടക്കുള്ള ബൃഹത്തായ കൺവെൻഷൻ സെൻ്റർ ആരംഭിക്കുന്നതിനും അന്തർദേശീയ ടൂറിസ്റ്റുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും ആവശ്യമായ നയം രൂപീകരിക്കും. സർ, അടുത്ത 3 വർഷം കൊണ്ട് 10,000 ഹോട്ടൽ മുറികളെങ്കിലും അധികമായി വേണ്ടി വരുമെന്ന നിലയിൽ ഇവിടെ ആവശ്യകത ഉണ്ടാകും എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്.